ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈദിൻ്റെ വ്ലോഗ് ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ ഈദിനെന്ന് പറയുമ്പോൾ മക്കൾ ഞങ്ങളെ കൂടെ ഇല്ലാത്തത് കാരണം അധികം വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി തന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. നമ്മളെ കൂടെ നമ്മളെ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ആഘോഷമായിട്ട് പല പല സംഗതികളും ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എത്ര ഒരുക്കങ്ങൾ ഒരുക്കിയാലും നമുക്ക് ഒരുപാട് അങ്ങനെ ചെയ്യാനുണ്ടാവില്ല. പ്രത്യേകിച്ചും നമുക്ക് വർഷത്തിൽ 2 പെരുന്നാൾ കിട്ടുന്നതാണല്ലോ, അതിന് നമ്മൾ നന്നായിട്ട് തന്നെ ഒരുങ്ങാറുണ്ട്. അപ്പോൾ മക്കൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് എത്ര സമയമായാലും വേണ്ടിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ നേരത്തെ എല്ലാ പണികളും കഴിഞ്ഞു എന്ന് പറയാം. കാരണം ഇതൊന്നും അധികം ഒന്നും ഞാൻ ഉണ്ടാക്കാനും പോകുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് കഴിഞ്ഞ വർഷം അങ്ങനെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ചൊക്കെ ഇതൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ചെറിയ തോതിലിട്ട് വലിയ തോതിലൊന്നുമില്ല. അപ്പം നമുക്ക് വർഷത്തിൽ 2 പെരുന്നാളൊക്കെ കിട്ടുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ആക്കിയിട്ടൊക്കെ ഒരു ആഘോഷങ്ങളൊക്കെ ആക്കി തീർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ മനസ്സിന് അതിങ്ങനെ കാണുമ്പോൾ. അപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നീടൊക്കെ കാണാനും ഒരു രസമാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ മക്കൾ കൂടെ ഇല്ലാത്തത് കാരണം ഞാൻ അങ്ങനത്തെ സംഗതിക്കൊന്നും നിന്നിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ. പിന്നെ എല്ലാവരും കൂടി നിൽക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പം എന്ത് പറയാനാ, മക്കൾക്ക് ക്ലാസ്സൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് അവരെ നാട്ടിലേക്ക് വിട്ടിട്ടുള്ളത്. ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓരോരോ ക്ലീനിങ്ങും കാര്യങ്ങളും പല തിരക്കുകളായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസിങ് ചെയ്യാനൊക്കെ തലേ ദിവസം ഇറങ്ങലും അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുന്ന അങ്ങനെ ഓരോ സംഭവമായിട്ട് നമുക്ക് ഉറങ്ങാനൊന്നും തീരെ ടൈം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ അധികവും അങ്ങനത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിക്കുക നേരത്തെ തന്നെ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് മൈലാഞ്ചി ഇടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ശർക്കര മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ശർക്കര മൈലാഞ്ചിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ കണ്ട് നോക്കുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടും വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശർക്കരയും കുറച്ച് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ എടുത്ത് മിക്സ് ആക്കിയിട്ട് പാത്രത്തിൻ്റെ അങ്ങനെ ഞാൻ കാണിച്ച രീതിയിൽ അപ്പോൾ റൗണ്ടിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നടുവശത്ത് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിൻ്റെ മീതെ വെള്ളം വേറെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് സംഭവം കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് ഇട്ട് നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഡാർക്ക് കളറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ മൈലാഞ്ചി ഇടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ ആയിരുന്നു. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയാത്ത കാരണം ഇങ്ങനെ ഒന്നും ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ പെരുന്നാളൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി കിട്ടാൻ തന്നെ പണിയായിരിക്കുമല്ലോ. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ അല്ലേ. ഏതെങ്കിലും വീട്ടിലൊക്കെ ആയിരിക്കും മൈലാഞ്ചി ഉണ്ടാവുക. ആ മൈലാഞ്ചി മരത്തിൽ നമ്മൾ ഒന്ന് പോയി നോക്കണ നേരം ആ മുള്ള് മാത്രം അങ്ങനെ ഉണ്ടാവും. മൈലാഞ്ചി പിന്നെ ഓരോന്ന് നമ്മൾ പറിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് വരിക. എങ്ങനെയൊന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അറിയില്ല. മൈലാഞ്ചിമാരെ നമ്മൾ എത്ര വീട്ടിലൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിച്ച് കിട്ടാനും പാടായിനൊന്നൊക്കെ അല്ലേ. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും വീട്ടിൽ മൈലാഞ്ചിയൊക്കെ നട്ടുപിടിപ്പിച്ചാൽ വേഗം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ആർക്കും അത് അരിച്ചിടാനൊന്നും ടൈമും ഉണ്ടാവില്ല, ഇടുകയില്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ മൈലാഞ്ചി ഉണ്ടാക്കുക എന്നുള്ളതും എങ്ങനെ വേഗത്തിൽ ചുമപ്പിക്കുക എന്നുള്ളതും ഒക്കെ നോക്കിയിട്ടാണ് നമ്മളൊക്കെ ഇടാറുള്ളത്. പിന്നെ അതാ ഞാൻ ഇതുപോലത്തെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചിൻ്റെ സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ, അത് വാങ്ങിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുമല്ലോ. എല്ലാ പ്രാവശ്യം ഞാൻ സിനുക്കുട്ടിയാണ് എനിക്ക് പെരുന്നാളിൻ്റെ അന്ന് ഇട്ട് തരാം. തലേ ദിവസം ഇടാൻ എനിക്ക് ടൈം കിട്ടൂല. അപ്പോൾ പെരുന്നാളിൻ്റെ ആ ഒരു ദിവസം പകൽ സമയത്ത് സിനുക്കുട്ടി ഇട്ട് തരലുണ്ട്. ഇപ്പോൾ സിനു ഇവിടെ ഇല്ലാത്തത് കാരണം ഞാനിതുപോലെ സ്റ്റിക്കറൊക്കെ വാങ്ങിയിട്ട് ഞാൻ തന്നെ ഇടുക. ഇന്നിപ്പോൾ സമയമൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെരുന്നാളിന് മൈലാഞ്ചി ഇടുന്നത് കാണാനും ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ നിറച്ച് മൈലാഞ്ചി ഇടണം, അതായത് എൻ്റെ ഒരു ത്രില്ല്. ഇപ്പോൾ ആരും അങ്ങനെ നിറയൊന്നും ഇടൂലല്ലോ. അപ്പോൾ എനിക്കും അത്ര നിറച്ചൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. എന്നാലും നല്ലോണം ചുമന്ന് കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ഒരുപാട് തരത്തിൽ ഇറങ്ങുന്നുണ്ട് അല്ലേ. അതൊക്കെ എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്കറിയൂല. അപ്പോൾ ഒരുപാട് കെമിക്കലും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. ഇത്ര പെട്ടെന്ന് ചുമക്കുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കൊക്കെ പെട്ടെന്ന് ചുമക്കുന്ന വേണം താനും. പക്ഷേ ഒന്നും എന്താ കയ്യിലൊന്നും ആവാനും പാടില്ല എന്നൊക്കെ ഉള്ള ഇതിൽ അങ്ങനെ രണ്ടും കൽപ്പിച്ചൊക്കെ ഇടുന്നതാണ്. ഏതായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എന്താ നമ്മളെ നിസ്കാരത്തിന് പോവുകയാണ്. പെരുന്നാൾ നിസ്കാരത്തിന് എല്ലാ പ്രാവശ്യം പോലെ തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇന്നും നല്ല തിരക്ക് പിടിച്ചിട്ട് ഓടിച്ചാടി അങ്ങനെ പോവുകയാണ്. ഹലോ നേരത്തെ ഞങ്ങളൊക്കെ 4:30 പള്ളിയിൽ പോയി. അൽഹംദുലില്ലാ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടുന്നത് എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ ജോറാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് റൂമിലെത്തിയിട്ട് ഞാൻ ഇന്നിപ്പോൾ വെറൈറ്റി ആയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ എന്താ പറയുക പെരുന്നാളിന് പുട്ടാണല്ലോ നമ്മളെ ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചതാണ്. എല്ലാം കൊണ്ടും മാറ്റി പിടിച്ചൊരു പെരുന്നാൾ തന്നെയാണെന്ന് പറയുക ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന പാടെ ഞാൻ വേഗത്തിൽ ദോശയും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ലിവർ വരട്ടിയതാണ് കേട്ടോ. ഇത് ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് ദോശ മാത്രം ചുട്ടെടുത്താൽ മതിയല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ദോശയൊക്കെ ചുട്ടെടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മൾ അധികം പിന്നെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ജസ്റ്റ് ഒരു ബിരിയാണി മാത്രമെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനുള്ള ഓരോ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ചായ ഒന്ന് കുടിക്കട്ടെ. അങ്ങനെ നമ്മുടെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ശേഷം ഞാനിതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമ്മുടെ കുക്കിങ്ങൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നമ്മൾ എന്താ പറയുക ബീഫ് ബിരിയാണി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മസാലയൊക്കെ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ വേവിച്ചിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ശേഷം കുക്കറിൽ നമ്മൾ ബീഫ് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ പരന്ന് കിടക്കുമല്ലോ അല്ലേ. നമുക്ക് ഓരോരോ ആവശ്യത്തിന് ഓരോരോ പാത്രങ്ങൾ എടുക്കും. അധികം ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എടുക്കുന്ന അന്നേരം തന്നെ അത് കഴുകിയിട്ട് സ്റ്റാൻഡിലേക്ക് അങ്ങ് വെക്കാറാണ് പതിവ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ അതിന് നിന്നിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ ഓരോ സാധനം എടുക്കുമ്പോഴും ഓരോ പാത്രങ്ങൾ എടുക്കുമ്പോഴൊക്കെ അതങ്ങനെ അവിടെ വെച്ച് എല്ലാം കൂടി ലാസ്റ്റ് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഓരോ സമയത്ത് ഓരോരോ മൂടാണല്ലോ നമുക്ക്. അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് പോയി കിടക്കുകയൊക്കെ ചെയ്ത് ഉച്ച സമയം ഒരു 2:30-3 മണിയാകുമ്പോൾ പിന്നെ എണീച്ച് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോഴേക്കും അബിക്കാക്കും കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ എണീച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മൈലാഞ്ചിൻ്റെ ഒരു ഇതാണിത് കേട്ടോ. കണ്ടോ 2 പ്രാവശ്യം ഞാൻ നഖത്തിലിട്ടിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് ചുവന്നിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ചുവപ്പില്ലേ. പിന്നെ എന്താ പറയുക വൈകുന്നേരം നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അബിക്ക അങ്ങനെ പറയാൻ കേട്ടോ. പക്ഷെ എനിക്കൊരു മൂഡ് തോന്നുന്നില്ല. പെരുന്നാളൊക്കെ ആയിട്ട് മക്കൾ കൂടെ ഇല്ലാത്തതിന് കാരണം എനിക്ക് പോകാനേ തോന്നുന്നില്ല കേട്ടോ. പിന്നെ അബിക്ക അങ്ങനെ പറഞ്ഞു എല്ലാവരും ഉണ്ട് അങ്ങനെ വേറെ ഫാമിലിയൊക്കെ ഉണ്ട് പോവല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ പെരുന്നാളിനും ഇവിടുന്ന് പർദ്ദ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ വേറൊരു സംഭവമായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെരുന്നാളിന് നമ്മൾ പർദ്ദ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മറ്റങ്ങോട്ടല്ല പോകുന്നത്, ജിദ്ദയിലേക്കാണ് പോകുന്നത്. ജിദ്ദയിൽ നിന്ന് പിന്നെ മറ്റൊരു സ്ഥലത്തേക്കും കൂടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയായിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങുമ്പോൾ.
അങ്ങനെ ഞങ്ങൾ ജിദ്ദയിലെത്തിയിട്ടുണ്ട്. ജിദ്ദയിലെത്തിയതിന് ശേഷം റൂമൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാ ഒരു മാളിലേക്ക് പോയിട്ടുള്ളതാണ്. ഇപ്പോൾ മാളിൽ നിന്ന് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റ് ആയതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും ഒരു കടുത്തം കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ഇപ്പോൾ ഉച്ച സമയത്താണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. നല്ല ചൂടെന്ന് വെച്ചാൽ 1-1.5 ചൂടാണ് ജിദ്ദയിൽ കേട്ടോ. അങ്ങനെ ഉച്ച സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടൽ എവിടെയെന്ന് വെച്ചാൽ ബലദിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം മൊത്തത്തിലും എല്ലായിടത്തും നല്ല ചൂടിൻ്റെ സമയമാണല്ലോ അല്ലേ. എല്ലാ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും നല്ല ചൂടാണെന്ന് തന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെയും നല്ല ചൂടാണ്. ഇനിയിപ്പോൾ തായ്ഫിലെന്ന് പറയുമ്പോൾ തായ്ഫിലും അത്യാവശ്യം ഒരു ചൂട് തന്നെ ഉണ്ട് കേട്ടോ. ഏത് സമയത്തും തണുപ്പുള്ള സ്ഥലമാണല്ലോ നമ്മളെ തായ്ഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും അത്യാവശ്യം ചൂട് തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ നല്ല ചൂടത്ത് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. വെയിലിൻ്റെ പവർ കാരണം നമുക്ക് വെയിലത്തേക്കൊന്നും നോക്കാനേ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഗ്ലാസ്സൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കുറച്ചൊക്കെ കണ്ണിനൊരു തണുപ്പൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലത്തേക്ക് പോയപ്പോഴും പിന്നെ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരാളെ കൈ വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ നാടൻ ചോറും പിന്നെ കറികളൊക്കെയാണ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സദ്യയാണ് കഴിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ഇപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ എന്താ പറയുക, അതും ഇതൊക്കെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടല്ലോ പെരുന്നാളിൻ്റെ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്ക് ബിരിയാണി തിന്നാനുള്ള ഒരു മൂടേ ഇല്ല. അപ്പോൾ നാടൻ ചോറൊക്കെ കഴിക്കണം എന്നൊരു തോന്നൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതേ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ സദ്യ അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2-3 ആൾക്കാരൊക്കെ ബിരിയാണി വാങ്ങിയിട്ടോ. അങ്ങനെ വേണ്ടതൊക്കെ കഴിക്കാമല്ലോ, ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴല്ലേ നമ്മൾ എന്താണോ കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങി കഴിക്കുന്നൊരു ടൈമും. അപ്പോൾ അങ്ങനെ ഇതാ നല്ല നാടൻ ചോറും ഒരുപാട് ഐറ്റംസ് കറികളും അതും ഇതും എല്ലാം ആയിട്ട് നമ്മളെ സദ്യ ഉഷാറാണ് കേട്ടോ. പിന്നെ അത് സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതാണ് നമ്മളെ കൂന്തൾ, പിന്നെ ക്രാബ്, പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ പറയുക, എന്തൊക്കെയോ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടിയാണ് ആ ഒരു സംഭവം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലല്ല, പെരുന്നാളുടെ ലീവിലാണ്. മറ്റേ കൂന്തളുണ്ട് ഞാനും കാണില്ല. മറന്നേതാ ഒന്നാലും വാങ്ങിച്ചോടി. ഇങ്ങനെ സ്പൂണോടാ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ സ്പെഷ്യലായിട്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ദിവസം പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയാതെ അങ്ങനെ പോയതിനെക്കൊണ്ട് അവിടെ എത്തിയപ്പോൾ രാത്രിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാണേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇരുട്ടത്താണെന്ന് കണ്ടത് കേട്ടോ, രാത്രി അതിനെക്കൊണ്ട്. അപ്പം അത്ര വലിയ ക്ലിയറിൽ നേരിട്ട് കാണാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പം അത് നേരിട്ട് പകൽ സമയത്ത് തന്നെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും കൂടിയിട്ടൊന്ന് പോവുകയാണ്. ഇപ്പോഴും കറക്റ്റ് സ്ഥലമൊന്നും അറിയില്ല, എന്നാലും സമയമുണ്ടല്ലോ പകൽ സമയം അതിനെക്കൊണ്ട് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ ഇതാ നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഹൈബിയ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മെയിനായിട്ട് ഇത് കാണാനായിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. അന്നേരമൊന്നും ഇവിടെ അത്ര വലിയൊരു ഫേമസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും വന്ന് കാണുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കപ്പൽ മറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ എവിടെയും അങ്ങനെ കാണുന്ന ഒരു സംഭവം അല്ലല്ലോ. അപ്പോൾ അത്ര വലിയൊരു സുഖമുള്ള സംഭവമൊന്നുമല്ല, എന്നാലും നമുക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പം വന്ന് കാണാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് വേറൊരു സ്ഥലത്തായിരുന്നു
ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ 2 പിന്നെ കപ്പൽ മറിഞ്ഞത് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ അല്ല അതിൻ്റെ യഥാർത്ഥ സ്ഥലവും വേറെ കുറച്ചിങ്ങോട്ട് വന്നാലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് നോക്കണേരും 2 കപ്പൽ ഇവിടെയും മറിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എത്രത്തോളം കപ്പൽ മറിഞ്ഞിട്ടുണ്ട് നമുക്കറിയില്ല. ഇനി വേറെ സ്ഥലം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളെ കണ്ണിൽ തന്നെ ഒരു 4 കപ്പലോളം നമ്മളിന്ന് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാൾ ട്രിപ്പിൻ്റെ ഓരോരോ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കി തരാനും കൂടി മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്തെങ്കിലും ഒരു കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരെയും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ട് കണ്ട് പോവുക. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അപൂർവമായിട്ടില്ല നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമുണ്ട് എന്നുള്ളവരൊക്കെ വന്ന് കണ്ടിട്ട് പോകാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ വിധത്തിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ടാക്കി തരാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. കൊടുത്തില്ല